വിദ്വേഷ പരാമർശം. PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിൽ PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യ ഹർജി തള്ളിയത്. ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമെന്ന് ഷോൺ ജോർജ് അറിയിച്ചു. മതസ്പർദ്ധ വളർത്തൽ, കലാപാഹ്വാനം, സാമൂഹിക വിരുദ്ധ പ്രവർത്തനം തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തത്. യൂത്ത് ലീഗ് നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി. PC ജോർജിന്റെ പരാമർശത്തിൽ വ്യാപകമായി വിമർശനമുയർന്നിരുന്നു. PC ജോർജിനെ സംരക്ഷിക്കുന്ന പോലീസ് സമീപനത്തിനെതിരെ ശക്തമായ വിമർശനവും പ്രതിഷേധവും ഉയർന്ന സാഹചര്യത്തിലാണ് ഒടുവിൽ കേസെടുത്തത്. BNS 196, BNS 299, KP ആക്ട് 120O എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് PC ജോർജിനെതിരെ FIR തയ്യാറാക്കിയിരിക്കുന്നത്. പരാതിക്കാരനായ യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് യഹിയ സലീമിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. യൂത്ത് ലീഗ്, SDPI, വെൽഫെയർ പാർട്ടി എന്നിവരുടെ അടക്കം 7 പരാതികളാണ് സംസ്ഥാനത്ത് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ലഭിച്ചത്. ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്നായിരുന്നു PC ജോർജിന്റെ പരാമർശം. ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തായിരുന്നു PC ജോർജ് വിദ്വേഷ പരാമർശം നടത്തിയത്. മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ്, തീവ്രവാദിയല്ലാത്ത ഒരു മുസ്ലിം പോലുമില്ല, മുസ്ലിമായി ജനിച്ചാൽ അവൻ തീവ്രവാദി ആയിരിക്കുമെന്നായിരുന്നു PC ജോർജ് പറഞ്ഞത്. ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശം വിവാദമായതിനു പിന്നാലെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അദ്ദേഹം ക്ഷമാപണം നടത്തി കേസിൽ നിന്നും രക്ഷപ്പെടാനും ശ്രമിച്ചിരുന്നു.